ഇന്ന് ചിറ്റയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞൻ പോയി കുറച്ചധികം ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഉള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് അമ്മ ആ ഒരു സമയം കൊണ്ട് ഇതാ ഉണക്കച്ചീനിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. എന്തായാലും ബീഫ് മേടിക്കല്ലേ, ഉണക്കച്ചീനിയായിട്ടൊക്കെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ രാവിലത്തെ കാപ്പിയോടെയും കഴിഞ്ഞിട്ട് ഋതുവിനെ ഒന്ന് ഉറക്കി കിടത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ ചാടി എഴുന്നേറ്റിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നത് എടുത്ത് ഞാൻ കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതാ അതെല്ലാം അങ്ങ് പൊളിച്ചു. കാരണം ഇനി വെച്ചിരുന്നത് ചീത്തയായി പോകും. അതുകൊണ്ട് തന്നെ അത് തീർക്കുന്നതാണ് നല്ലത്. അങ്ങനെ പിന്നെ എല്ലാവർക്കും അങ്ങ് കൊടുത്ത് അതൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഋതു പെട്ടെന്ന് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അമ്മ ബീഫ് ഫ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ബീഫ് ഫ്രൈയും ബീഫ് കറിയും പിന്നെ എന്താ ചീനിയൊക്കെ വേവിച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ട്. ബീഫ് ഫ്രൈ ഇങ്ങനെ ആയി ഇങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ മൂത്ത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ ഇളക്കി ഇരിക്കായിരുന്നു. ആ ഒരു സമയം കൊണ്ട് ഞാനതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടേസ്റ്റ് നോക്കാനും മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഫുഡൊക്കെ ആയി ഞങ്ങളെല്ലാവരും കൂടെ ഇതാ ഒരുമിച്ചിരുന്ന് നിലത്തിരുന്ന് അങ്ങ് ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ എന്താ പെട്ടെന്ന് അമ്മ വൈകിട്ട് ചായയൊക്കെ ഇട്ടു, ഏത്തക്കപ്പൊക്കെ ഉണ്ടാക്കി. നമ്മളിവിടെ പെയിൻറ്റ് അടിക്കുന്ന ചേട്ടന്മാരുണ്ടോ കേട്ടോ, അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ആക്കി അവർക്ക് കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി കേട്ടോ. NS പോയിട്ടുണ്ടായിരുന്നു. അതായത് ചിറ്റപ്പൻ്റെ ചേട്ടൻ ഇവിടെ വയ്യാണ്ട് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചമ്മയും മമ്മിയും കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഓട്ടോ വിളിച്ചിട്ടാട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ അവരിങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കാര്യം പറഞ്ഞ് നിന്നിട്ട് അവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റ.